അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇസ്ലാമിക് കലണ്ടർ ഹിജറ വർഷം ആരംഭിക്കുന്നത് മുഹറം മാസത്തിലാണ്. പുതുവത്സരം നാളെ മാസം കണ്ടാൽ മുഹറം നമ്മളിലേക്ക് കടന്നു വരികയാണ്. പുതുവർഷത്തിൽ ധാരാളം നല്ല തീരുമാനങ്ങൾ പലപ്പോഴും നാം എടുക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിലെ മദ്രസാധ്യാപകനായ എൻ്റെ സ്നേഹിതനെ ഞാൻ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഒരുപാട് സന്തോഷം തോന്നിപ്പിച്ചൊരനുഭവം അവൻ പങ്കുവെക്കുകയുണ്ടായി. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൻ പറഞ്ഞത്, ജീവിതത്തിൽ ഞാൻ മദ്രസയിൽ വെച്ച് കരഞ്ഞുപോയൊരു ദിവസമായിരുന്നു അത്. കാരണം എൻ്റെ കുട്ടികളിലൊരാളുടെ മറുപടിയായിരുന്നു. ആകാംക്ഷയോടെ അതെന്താണെന്ന് ചോദിച്ച എന്നോട് അവൻ പറയാൻ തുടങ്ങി. പുതുവർഷത്തിന് തലേന്ന് കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു, മുഹറം 1 നമ്മുടെ അറബിക് ന്യൂ ഇയർ, പുതുവർഷം എന്നുള്ളത്. വർഷം തുടങ്ങുന്നതെന്നാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഇക്കൊല്ലം നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുത്താൽ നാളെ വലിയ ആളാകുമ്പോൾ ഇപ്പോൾ എടുക്കുന്ന ഈ തീരുമാനങ്ങൾ നമുക്ക് ഉപകാരപ്പെടും, ആരും മറക്കരുത് എന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ അന്ന് അവരോട് പറഞ്ഞിരുന്നു. പിന്നീട് ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുത്തത് എന്ന് ഞാൻ ചോദിക്കുമെന്നോ പറയിപ്പിക്കുമെന്നോ മറ്റോ ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്തോ പുതിയ വർഷം പിറന്ന പിറ്റേന്ന് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നതും ഞാൻ അവരോട് വെറുതെ ചോദിച്ചു, അല്ല, ആരൊക്കെയാണ് പുതുവർഷമായിട്ട് നല്ല തീരുമാനങ്ങൾ എടുത്തത് പറഞ്ഞേ എന്ന് ചോദിച്ച് ഓരോരുത്തരോടായി ചോദിച്ചു നോക്കി. പലരും പല നല്ല തീരുമാനങ്ങളും ഉമ്മമാരോട് ചോദിച്ചു എടുത്തിരുന്നു. മദ്രസ ഉള്ള ദിവസം ഉമ്മ വിളിച്ചുണർത്താതെ നേരത്തെ എഴുന്നേൽക്കും. ഭക്ഷണം ഉമ്മ വിളമ്പിയത് ബാക്കി വയ്ക്കില്ല. നല്ലോണം ഞാൻ പഠിക്കും. ഉമ്മാനെയും ഉപ്പാനെയും അനുസരിക്കും. വികൃതി കാണിക്കില്ല. ഉമ്മയുടെ കയ്യിൽ നിന്നും അടി വാങ്ങില്ല. പെൺകുട്ടികൾ ഉമ്മയെ സഹായിക്കും. അങ്ങനെ കേട്ടുപരിചയമുള്ള ഒരുപാട് നല്ല തീരുമാനങ്ങളൊക്കെ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് ഉമ്മമാർ എടുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ വാക്കിടറിപ്പോയത് ഒരു പയ്യൻ്റെ ഉമ്മ അവനെ കൊണ്ട് എടുപ്പിച്ച തീരുമാനം കേട്ടപ്പോൾ അവനോട് എന്താണ് നീ എടുത്ത തീരുമാനം പറഞ്ഞ് കേൾക്കട്ടെ എന്ന് പറഞ്ഞതും നിഷ്കളങ്കനായ ആ കുട്ടി തൻ്റെ ഉമ്മ എടുക്കാൻ പറഞ്ഞ തീരുമാനം പറഞ്ഞു. ഉസ്താദേ, എൻ്റെ ഉമ്മച്ചി എന്നോട് മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുമ്പോഴും വരുമ്പോഴും മറക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നും അതെന്നും ചെയ്യണമെന്നും പറഞ്ഞ് തീരുമാനമെടുപ്പിച്ചു. നിശബ്ദമായ ക്ലാസ് മുറിയിൽ വെച്ച് എല്ലാവരെയും കേൾപ്പിച്ച് പറഞ്ഞ ആ കുട്ടിയുടെ ഉമ്മ പറഞ്ഞ് എടുപ്പിച്ച തീരുമാനം കേട്ടതോടെ ഞാൻ ആ നിൽപ്പിൽ ഒന്നും പറയാൻ കിട്ടാത്തവനായിപ്പോയി. കണ്ണു നിറഞ്ഞത് കുട്ടികൾ കാണുമെന്ന് ഭയന്ന് പെട്ടെന്ന് വരാന്തയിലേക്ക് ഇറങ്ങി. കുറേ നേരം കഴിഞ്ഞാണ് ഞാൻ പിന്നീട് ക്ലാസ്സിലേക്ക് കയറിയത്. ഞാൻ കണ്ടതിൽ വെച്ച് കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അത്. എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഒരുപാട് നേരായിരുന്നു. എന്ത് നല്ല തീരുമാനം, എത്ര നല്ല ഉപദേശമാണ്, എനിക്ക് പോലും തോന്നാത്ത പുണ്യം. മാഷാ അല്ലാഹ്, ഇങ്ങനെ ചിന്തിക്കുന്ന ഉമ്മമാർ പരക്കട്ടെ, പെരുക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിപ്പിക്കാതെ നിങ്ങൾ എന്തൊക്കെ നേടാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്താ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവൻ രക്ഷിതാക്കളെ വേദനിപ്പിക്കില്ല, നാട്ടുകാരെ വേദനിപ്പിക്കില്ല, രാജ്യത്തെ വേദനിപ്പിക്കില്ല, തീവ്രവാദി എന്ന പേരിൽ മുദ്ര കുത്തപ്പെടില്ല, അഹങ്കാരി എന്ന വിളി കേൾക്കില്ല,
ഭാര്യയെ ഉപദ്രവിക്കില്ല, മദ്യപാനിയാവില്ല, വ്യഭിചരിക്കില്ല. അങ്ങനെ ഒരു മനുഷ്യനിൽ അവൻ്റെ സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അവനുണ്ടാവും. ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന, എൻ്റെ വോയിസ്, എൻ്റെ വീഡിയോ കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ മക്കളെ കൊണ്ട് സ്വപ്നങ്ങൾ കണ്ട് അച്ചടി മഷി പുരണ്ട അക്ഷരങ്ങൾ പഠിപ്പിക്കാനിരിക്കുമ്പോൾ കൂടെ ഞാനും നിങ്ങളും ഈ ലോകത്തേക്ക് എത്തുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കരഞ്ഞ, നമ്മുടെ അവസ്ഥയോർത്ത് സങ്കടപ്പെട്ട നമ്മുടെ ഒരു നേതാവില്ലേ, എല്ലാ നബിമാരും പ്രാർത്ഥിച്ചു തീർത്തപ്പോൾ തൻ്റെ ഉമ്മത്തിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു തആല നൽകിയ അമൂല്യമായ പ്രാർത്ഥന ആഖിറത്തിലേക്ക് എടുത്തു വെച്ച മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ സ്നേഹിക്കാൻ നിങ്ങളെ മക്കളെ പഠിപ്പിക്കൂ. അത് നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. പടച്ചവനെ മറക്കില്ല, തീർച്ച. ആ മക്കൾ നിങ്ങളെ മറക്കില്ല, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ വേദനിപ്പിക്കില്ല. നമ്മുടെ എല്ലാ മക്കളെ റഹ്മാനായ റബ്ബിൻ്റെ പൊരുത്തത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന, ദൈനംദിനം സ്വലാത്ത് ചൊല്ലുന്ന സ്വലിഹായ മക്കളിൽ ഉൾപ്പെടുത്തി ലോകത്തിന് മാതൃകയാകുന്ന മക്കളാക്കി വളരാൻ റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. നല്ല നല്ല തീരുമാനം. നാളത്തെ രാത്രി ആയത് മുതൽ ചിലപ്പോൾ മുഹറം 1 നാം പ്രവേശിക്കും. നല്ല തീരുമാനങ്ങളെടുത്ത് നല്ല പുതുവർഷത്തെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ജോലികൾ എല്ലാം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ആക്കി മാറ്റാൻ നല്ല നല്ല തീരുമാനങ്ങൾ കൊണ്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആയുസ്സിലും നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഉണർത്തി തർബിയ മീഡിയയിലെ പുതിയൊരു എപ്പിസോഡുമായി വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതൊക്കെ കണ്ട് വീക്ഷിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഉണർത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.